ഹലോ ഗായ്സ്, സുഖല്ലേ? ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് രാവിലെ ഈദ് മുബാറക്കായിട്ട് ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മുടെ പണിക്കാർക്ക് ഒരു ബിരിയാണി മട്ടൺ ഉണ്ടാക്കണം, നമ്മുടെ മുതലാളിക്ക് ഒരു ആടിൻ്റെ ബിരിയാണി, ഇത് രണ്ടൊന്നും ഉണ്ടാക്കണം. സമയം 8 അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടെന്ന്, വെള്ളിയാഴ്ച ആയിട്ട്. അപ്പോൾ നമുക്കിന്ന് പണി തുടങ്ങാം. ഞാൻ മട്ടനൊക്കെ ഒന്ന് രാവിലെ കഴുകുകയാണ് കേട്ടോ. ഇത് പണിക്കാർക്കുള്ള മട്ടനാണ് കേട്ടോ. അതിലെ ഇനി ഇത് കഴിഞ്ഞിട്ട് പുറത്ത് ആടുന്നു, അതിനെ ഒന്ന് കഴുകി മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണി സ്റ്റാർട്ടിങ്ങാണ്. ഒരാട് ബിരിയാണി പണിക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാകും. അപ്പോൾ എല്ലാം നമ്മളൊന്ന് വീഡിയോ ഇട്ടേക്കാം. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം വീട്ടിലെ നാട്ടിലൊക്കെ വിളിച്ചു, ചായ കുടിച്ചു, പണി സ്റ്റാർട്ടിങ് ആയി. ഇനി ഒരു 4-4.5 മണിക്കൂറത്തെ പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ഫിനിഷ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ മുതലാളിയുടെ ആടൊന്ന് കഴുകി റെഡിയാക്കണം. എന്താ കണ്ടില്ലേ, ഇതൊരു ആടിൻ്റെ ആണ് കേട്ടോ, ഫുൾ ആടാണ്. ആടിൻ്റെ ബാക്ക് സൈഡാണ്, വിചാരിക്കല്ലേ. ഇവിടുത്തെ ആടിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇങ്ങനത്തെ സാധനം കാണും, കൊഴുപ്പാണ്. അറബി ആടാണ്. അപ്പോൾ ആട് ഫുൾ ആടാണ്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം. ഇതാ കുറച്ച് വഴിയുണ്ട്. ആടിൻ്റെ തല കണ്ടില്ലേ, ഫുൾ ആടിൻ്റെ പരിപാടികൾ. അപ്പോൾ പണിക്കാർക്ക് മട്ടൻ, മുതലാളിക്കും മട്ടൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെ. കഴുകി റെഡിയാക്കിയാൽ നമ്മൾ പണി സ്റ്റാർട്ടിങ് ആവും. അപ്പോൾ തലയൊക്കെ ഒന്ന് കഴുകും. ഇതിൽ ശരിക്കും രോമം കാണും. രോമം എന്ന് വെച്ചാൽ ഈ മുടിയൊക്കെ. അപ്പോൾ അത് നല്ലോണം കഴുകിയില്ലെങ്കിൽ ശരിയാവും. 2-3 വെള്ളത്തിൽ കഴുകണം. അങ്ങനെ ഞാൻ ആടൊക്കെ ഇതാ കഴുകി ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി ഇതിനെ ഒന്ന് അടുപ്പിൽ വെക്കുക. ആടിനെ അടുപ്പിലോട്ട് കയറ്റി കേട്ടോ. വെള്ളമൊക്കെ വെച്ച് ഇനി ഇത് പുഴുങ്ങി കിട്ടണം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, അത് നല്ല സൗണ്ടാണ്. ഇന്ന് പെരുന്നാളായിട്ട് നല്ല മഴ അകത്തുണ്ട്. നമ്മുടെ പണിക്കാർക്കുള്ള മട്ടൻ കറിയും റെഡിയായിട്ടുണ്ട്. പിന്നെ ബിരിയാണി കണ്ടില്ലേ, ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി. അപ്പോൾ ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ, മട്ടൻ ബിരിയാണി പണിക്കാർക്കുള്ള. ഇതാ തിളച്ചിട്ടുണ്ട്, അതിലേക്ക് മസാല ഇടുന്നുണ്ട് കേട്ടോ. ഇത് മസാല എന്ന് വെച്ചാൽ ബിരിയാണി മസാല ഉണ്ട്, പിന്നെ അറബി മസാല ഉണ്ട്, മഞ്ഞപ്പൊടി, ഉണക്ക നാരങ്ങ, തക്കാളി, ക്യാപ്സിക്കം, ഏലക്ക, ഗ്രാമ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാഗി ഉണ്ട്. അപ്പോൾ ഇതിടാണ് കേട്ടോ മസാല. ആട് പുഴുങ്ങാനാണ് കേട്ടോ. ഓക്കെ, അതെല്ലാം ഇട്ടു. പിന്നെ പാകത്തിന് ഉപ്പാണ് കേട്ടോ, പാകത്തിന്. അതൊരു കണക്കിന് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഇത്തിരി നല്ല വേവുക, ഒരു 3/4 മണിക്കൂർ. അപ്പോൾ ആടിനെ ഒന്ന് മറിച്ചിട്ട് കേട്ടോ. പുറം ഭാഗമായി മറിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അണച്ചിടാം. പുറത്തെടുത്തിട്ടോ, ഇത് ഓവനിൽ കയറ്റാനായിട്ട് അടിക്കണം കേട്ടോ. ലോക്കട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആട് പണി കിട്ടും. കണ്ടില്ലേ, ബാക്കിയുള്ള പീസൊക്കെ ആത്തിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുറുക്കിൻ്റെ പാകമാണ്. കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആട് തലയില്ല. നമ്മൾ ആടിൻ്റെ വെള്ളം കുറച്ചെടുക്കുക, ചോറ് വയ്ക്കാനായിട്ട് മിക്സാക്കുക കേട്ടോ. ആടിൻ്റെ പുഴുങ്ങിയ വെള്ളത്തിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. കേട്ടോ, ഇത് കുറച്ച് പച്ചക്കറിയാണ് കേട്ടോ ചോറിലേക്ക്. പിന്നെ അത് ഉപ്പൊക്കെ ഞാൻ തിളച്ചതിന് ശേഷം ഇടുള്ളൂ കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആടിനെ പുറത്തെടുത്തുക, കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഓവനിൽ കയറ്റി ചോപ്പിച്ചിടണം കേട്ടോ. അതിലേക്കിതാ സോസൊക്കെ ഒഴിക്കുകയാണ്. ഇന്നത്തോടെ നമ്മുടെ ഈ പെരുന്നാളിൻ്റെ പണി കഴിയാറായി കേട്ടോ. ഇന്നാണ് പെരുന്നാളിൻ്റെ ലാസ്റ്റ് പണി. പിന്നെ സാധാ പണികളുണ്ട്, ഇപ്പോഴത്തെ സ്പെഷ്യലൊക്കെ ഇനി ഇടയ്ക്കേ ഉള്ളൂ. പിന്നെ ഉള്ള ചെറിയ പണികളാണ്. അപ്പോൾ ഓവനിൽ വെച്ചിട്ടോ. അത് പുഴുങ്ങിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് മതിയല്ലേ.
നമ്മുടെ ചോറൊക്കെ ദമ്മിടണം കേട്ടോ ബിരിയാണിക്കുള്ള ഇല്ലേ. കുറച്ച് മസാലയൊക്കെ കൂട്ടുക. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. ഇവിടെയാണ് കേട്ടോ മട്ടൻ ബിരിയാണി അറബി സ്റ്റൈൽ. ഓക്കെ, ആടൊക്കെ ഓവലിലായിക്കൊണ്ടിരിക്കുന്നില്ല, ചുവന്ന് വരുന്നുണ്ട്. ബാക്കിയുള്ള പീസ് ഇതാ അവിടെ ഇരിപ്പുണ്ട് ഇല്ലേ. പാത്രത്തിലാക്കിയിട്ടുണ്ട്. ആട് ഇതാ അവിടെ ഇരിപ്പുണ്ട്. ഈ ആടൊക്കെ ഇനി എടുത്ത് ഇതുകൂടെ സെറ്റ് ആക്കണം കേട്ടോ. കേട്ടോ പറ്റേ. ഓക്കെ, അവിടെ ഓക്കെ. ആടില്ല താഴെ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അറബി സ്റ്റൈൽ മട്ടൻ ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ എങ്ങനെയുണ്ട്, അതിൻ്റെ എങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ.